ഉള്ളത് പറയാലോ എട്ടി ഭാർഗവ. ഇങ്ങനെ ജീവിക്കണേക്കാള് വേറെ ഗുണം തലതെറിച്ച് പോണതായിരിക്കും നല്ലത്. എന്തൊരു കോഞ്ഞട്ട ലൈഫിടെ നമ്മളേക്കാ. നമ്മുടെ ജീവിതോ നിന്റെ ജീവിതം? എന്റെ ജീവിതമൊക്കെ എന്നെ ക്ലച്ച് പിടിച്ച്. എന്റെ ബ്രാക്ക് ചവിട്ടിയാണ് ഇവൻ ക്ലച്ച് പിടിക്കണത്. ഇന്നലെ കഴിച്ച പെരി പെരി അൽഫാമിന്റെ പൈസ എന്ത് തരടാവേ? രഘു, നീ പറഞ്ഞതാണ് കറക്റ്റ്. കൊഞ്ഞിട്ട ജീവിതമാണ്. നീ എന്നാ വർത്താനം പറയണ രഘുവേ? തമ്പുരാൻ നമുക്കൊരു ജീവിതം തന്നു, അതങ്ങ് ആസ്വദിച്ച് തീർക്കണം. അല്ലാതെ അതിനെ കുറ്റം പറയണമെന്നാ? തന്നാ ചെറിയൊരു മൂഞ്ച ജീവിതമായി പോയി. ഇപ്പൊ എന്നാ ചെയ്യാനാ? വെച്ചനത്തണം. കല്യാണം കഴിയുമ്പോഴെങ്കിലും ലൈഫ് സെറ്റ് ആവുമെന്ന് വിചാരിച്ച് എവിടെന്ന് എഴുതാണിയിൽ കിടന്നവനെ പടുതാണിയിൽ എടുത്ത് അടിച്ചു കണക്കായി. അതൊക്കെ എന്റെ അണ്ണാമ്മ. ഞാൻ ദൈവം തമ്പുരാനോട് എപ്പോഴും നന്ദി പറയും. എന്തിനാടാ? അന്ത്യനാളിലല്ലേ ഈ പിശാചികൾ ഇറക്കിയുള്ളത്. മൂപ്പര് നേരത്തെ ഇറക്കി വിട്ടറേ. അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ്. ആയ കാലത്ത് മൊത്തം വെടിവെച്ച് തീർത്തു. എന്നടാ അല്ല, യുദ്ധം തോക്കൊച്ച് വെടിവെച്ച് തീർത്തന്നെ. തിരിച്ചു വന്നപ്പോ പ്രായവും കഴിഞ്ഞു. പിള്ളേരെങ്കിലും വലുതാകുമ്പോ ഒരു നിലയിലെത്തോന്ന് കരുതി. നീ 10 ഗുണം 10 ഗുണം എന്ന് കേട്ടിട്ടുണ്ടാ? കേട്ടിട്ടുണ്ട്. അത് എന്നെ കാര്യം. ഞാൻ ഇപ്പൊ വല്ല സൂപ്പർ പവറും കിട്ടാന്ന് പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. ഇതിന് ഇടിക്കാനും പറക്കാനുള്ള സൂപ്പർ പവർ അല്ല, അടക്കേരൊക്കെ പൈസ കൂട്ടാനുള്ള സൂപ്പർ പവറേ. ഒന്നിനും വിലയില്ലാന്ന്, ഭയങ്കര നഷ്ടത്തില് റബ്ബർ. ഞാനും പ്രാർത്ഥിക്കാം. നല്ലതാ, എനിക്ക് ജീവിക്കണമല്ല. അല്ലടാ ഇട്ടി, നിന്റെ അടുത്ത് ഞാൻ കുറെ കാലം മുമ്പ് ചോദിക്കാൻ വേണ്ടി ഇരുന്ന കാര്യമാണ്. നിന്റെ പറമ്പിൽ ആകെ ഉള്ളത് 10 മൂട് റബ്ബറും 5 മൂട് അടയ്ക്കാൻ വരുള്ളൂ. പക്ഷെ നിന്റെ 10 നിറച്ച് റബ്ബർ ഷീറ്റും അടയ്ക്കുണ്ടല്ലോ, അതെങ്ങനെ? എനിക്ക് 5 10 മൂടൊക്കെ ഉള്ളു. പക്ഷെ നാട്ടുകാർക്ക് അങ്ങനെയല്ലേടാവേ. ഇട്ടി മോഷണം, theft. ഓ, എന്നാ അഭിനയടാ. ഇന്നലെ അവനുണ്ടായിരുന്നു ഓട്ടിക്കാൻ. നൈറ്റ് ഡ്യൂട്ടിക്ക് ചുമ്മാ ഇറങ്ങിയത്. 2 എണ്ണവും കൊള്ളാം. അടയ്ക്കയും റബ്ബറൊക്കെ ഉള്ളോ മോഷണം? ഇത് മാത്രമല്ല, വില കൂടിയത് എന്തെങ്കിലും കണ്ട അപ്പൊ നമ്മൾ എടുക്കും അല്ലേ? പിന്നെ ഡേയ്, വഴിയെങ്ങാനും തെറ്റി എന്റെ വീട്ടിൽ കയറി മോഷ്ടിച്ചേക്കലടാ. അതിന് നിന്റെ വീട്ടിൽ അടിച്ചു മാറ്റി എന്തിരിക്കണ്ടാ? പേടിക്കണ്ട, കയറൂല. ഭാർഗു, എന്നാ വർത്താനാടാ. രഘു, നീ വിഷമിക്കണ്ട. ഈ മാസം അവസാനം നിന്റെ പറമ്പിൽ വാഴക്കൊല മോട്ടിക്ക് നമ്മളെ കയറുന്നുണ്ട്. പോരെ? അതുപോലെ. ആ വാസന്തിക്ക് ഒട്ടും വയ്യടാ. വാസന്തി മാമിക്ക് എന്തെങ്കിലും കുഴപ്പം? നമ്മൾ എന്തെങ്കിലും കണ്ടതല്ലേ ഉള്ളൂ. അയ്യ, അവക്ക് വയ്യെങ്കിലും കുരു ഉണ്ടെങ്കിലും എനിക്കെന്തൊരു ചെയ്യാം. ഞാൻ പറയാം നമ്മളെ കോഴിയുടെ കാര്യം. വാസന്തി കോഴിയെ അവക്ക് ഒട്ടും വയ്യ. കോഴിക്കിടാൻ പറ്റിയ പേര് വാസന്തി. ദിവസം മുട്ട തരണ കോഴിയായിരുന്നു. ഇപ്പൊ 2 ആഴ്ചയായി മുട്ട ഇട്ടിട്ട്. പൈൽസ് വല്ലതുമായിരിക്കും. മുക്കാൻ പാടകണ്ടേ, ഇടാത്തതാണ്. 2 ദിവസം കഴിയുമ്പോട്ടോളൂ. ഇവിടെ നീക്കേ ദിവസം കയറ്റിക്കൊണ്ടിരുന്ന മുട്ട ആ കോഴി തന്നോണ്ടിരുന്നതായിരുന്നു, അറിയാമോ? അതുകൊണ്ട് ഇനി നമ്മൾ കോഴിക്ക് അങ്ങോട്ട് മുട്ടയിട്ട് കൊടുക്കണോ? ഗ്രാമസഭയിൽ നിന്ന് പീതാമ്പം വരെ കഷ്ടപ്പെട്ട് എനിക്ക് വാങ്ങിച്ചു തന്ന കോഴിയാണ് CB380. ഇതെന്തൊരു വണ്ടി നമ്പറാ? പീതാംബരം മെമ്പറല്ലേ തന്നത്? വെറുതെയാണ്. 120 ദിവസം മുട്ടേണ്ട കോഴിയാണെങ്കിൽ അങ്ങേര് 100 ദിവസത്തെ മുട്ട പിടിഞ്ഞ് എടുത്തിട്ടായിരിക്കും ആ കോഴിയെ തന്നത് നിങ്ങൾക്ക്. എന്റെ വാസന്തി അടന്ന് വിളിക്കണം. ഇന്നും കൂടെ നോക്കാമ്മ നമുക്ക്. നോക്കിയിട്ട് നാളെ ഞായറാഴ്ച അല്ലേ? അതിനാ അങ്ങനെ കുനുകുനായിരിക്കും. കുരുമുളക് വെച്ചാ സൂപ്പർ ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. കോഴി വെട്ടണ കാര്യമല്ലേ ഞാൻ പറഞ്ഞ. അതിനെങ്ങാനും നീക്ക് തൊട്ട നിന്നേക്ക് ഇതുപോലെ വെട്ടി അരിയോന്നാ പറഞ്ഞ. അമ്മ, ഗുണമില്ലാത്ത ഈ കോഴിയെ നിർത്തിയിട്ട് ഒരു കാര്യമില്ല. കൊണയില്ലാത്ത മനുഷ്യന്മാരെ പിടിച്ച് നിർത്തിയിട്ട് ഒരു കാര്യമില്ല. എന്റെ അമ്മ, ആ ഡയലോഗ് എക്സ്പയറി ആയി. കേട്ടിട്ട് മടുത്ത്. എന്തരുത് എടാ, കോഴികളും മനുഷ്യന്മാരെ പോലെ തന്നെ. എന്ത് കോഴി നമ്മളെ പോലെ രാവിലെ എണീറ്റ് ജോലിക്ക് പോകും? നമ്മളെ പോലെ അല്ല, മറ്റുള്ളവരെ പോലെ. നീ ജോലി ഉണ്ടോ? ഞാൻ കളഞ്ഞു. ശമ്പളം കൂടുതൽ കിട്ടണം. ജോലി കുറവായിരുന്നു, അതൊന്നും വേണ്ടെന്ന് വെച്ചു. അതല്ല, നമ്മളെ പോലെ അസുഖങ്ങളും കോഴികൾക്കും വരും. അതിനെ നമ്മൾ ശുശ്രൂഷിക്കണം വേണ്ടത്. എങ്കിൽ പിന്നെ വെച്ച് താമസിപ്പിക്കണ്ട. ആംബുലൻസ് വിളി. നമുക്ക് മെഡിക്കൽ കോളേജിലെ ജനറൽ സർജനെ കാണിക്കാം. വയ്യാത്ത കോഴി വരെ ഉമാരെ വർത്താനം കേട്ട് തെറി വിളിക്കണം എന്നാണ് തോന്നണം. നമുക്ക് 3 പേർ കൂടെ ചേർന്നേ ഒരു ബിസിനസ് തുടങ്ങിയാല. ഇത്രയും കുത്തുവാള എടുത്തിരിക്കുന്നത് പോരെ? ഇനി കുത്താൻ സ്ഥലം ഇല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമുക്കിപ്പം ഒരു ചൂട് ചായയും ചൂട് വാഴയ്ക്കപ്പവും കഴിക്കാം. ഉഴുന്നുവട കഴിക്കാം. മതി, അത് മതി. വാ കഴിക്കാം. ആക്സിഡന്റ്. എന്റെ കർത്താവേ, നീ വന്നാടാവേ. ഓ, ഞാനില്ല. ചോരണ്ടല്ലേ എന്റെ തല ഇറങ്ങും. നിങ്ങൾ പോയിട്ട് മാറാ അങ്ങോട്ട്. അല്ലാണ്ട് വീഡിയോ എടുത്തോണ്ടിരിക്കണം. പാർക്കു, നീ ആംബുലൻസ് വിളി. ഓ ശരി, ഇപ്പൊ എടുക്കല്ലേട്ടാ. ഞാൻ റീലെടുത്തില്ലേട്ടാ. റീലൊക്കെ ഞാൻ വേറെ സ്ഥലം കാണിച്ചിട്ടാ നിനക്ക്. ഓ പാർക്കു, വന്നാണ്ടാ അങ്ങോട്ട്. അങ്ങോട്ട് രഘു, നമ്മൾ ഇങ്ങനെ ഹോസ്പിറ്റലിലാക്കിട്ട് വരാം. വാ. വന്നിട്ട് എന്തെടുപ്പാൻ? ഓ, വണ്ടി അങ്ങ് പപ്പടമായി. എങ്ങനെ പപ്പടാവാതിരിക്കും? ചുച്ചിക്ക് ചലേനോ അല്ലേ വണ്ടി. പപ്പടം ആയില്ലേ വണ്ടുള്ളൂ. ചുച്ചുക്കി ചിക്കനീസും പപ്പടം ആവും. അത് ചോദിച്ചില്ല ഞങ്ങളടുത്ത്. ഇതെന്തരി അത്തറ? മണമൊന്നുമില്ലല്ല. ആരെങ്കിലും മൂത്രം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതാണോ എന്തോ. എന്തായാലും കളയണ്ട, കഴി വൃത്തിയാക്കി എടുക്കാം. കാണാൻ നല്ല കുപ്പി.
ഓ പിശാചി കോളി. പറ ജലജേ. നിങ്ങൾ വരുമ്പോഴേ വാസന്തിക്ക് മരുന്നോട് വാങ്ങിച്ചോണ്ട് വരണേ. വാസന്തിക്കുള്ള മരുന്ന് ഞാൻ ഇന്നലെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തതാണല്ലേ. അതൊക്കെ നീ ഇത് ആരെ പറ? വാസന്തി പേര് വ്യക്തമായിട്ട് പറ, മനസ്സിലായില്ല. നമ്മളെ വാസന്തി കോഴിക്കെന്ന് ഒട്ടും വയ്യ അതിന്. ഓ കോഴിക്കുള്ള മരുന്ന് ഞാൻ വാങ്ങിച്ചോണ്ട് വരാം കേട്ടാ, മറക്കൂല. തലനാഴിയൊക്കെയാണ് ഒരു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട. നിങ്ങളാണല്ലേ ആക്സിഡന്റ് ആയ ആളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്? അതടാവേ അല്ല, അത് ഇൻസ്പെക്ടർ സാറേ. എന്തിനാടാ നീയൊക്കെ ആ സയന്റിസ്റ്റിനെ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചത്? അത് കൊല്ലാൻ ശ്രമിച്ചോളൂ ചോദിക്കണം, സയന്റിസ്റ്റ് ആണ് കേട്ടാ. അതുകൊണ്ട് തന്നെയാണ് നിന്റെ അടുത്തൊക്കെ ചോദിച്ചത്. സാറേ ഒരുമാതിരി കർത്താവിന് നിരക്കാത്ത കാര്യങ്ങൾ പറയരുത്. ആ ചോരയിൽ കുളിച്ച ആളെ കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ശരിയും തെറ്റൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് സംസാരിക്കാം. ഭാർഗവേ സാറേ, ഞാൻ യൂണിഫോമിലാണ് വന്നിരുന്നെങ്കിൽ നിങ്ങൾ എണീറ്റ് നിന്ന് സല്യൂട്ട് അടിച്ചേരാ. എങ്കിൽ നീ ആദ്യം കയറാ ജീപ്പില്. ഭാർഗു ഇവനിപ്പോ എന്തിനു ചെയ്യാ? ഫ്രണ്ട് സീറ്റ് ഞാൻ ഇരിക്കാം, ബാക്ക് സീറ്റ് നീ ഇരുന്നോ. ഓ സാറേ. വാസന്തി ഇങ്ങനെ വിളിക്കണ്ട, ഇപ്പൊ മരുന്ന് കൊണ്ടുവരും കേട്ടാ. വാങ്ങിച്ചാ മരുന്ന്. അയ്യോ മറന്നു. മറന്നാ? അല്ല മറന്നിട്ടില്ല ചെലച്ചേ. ഞാൻ ഇങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി കേറി പോക്കറ്റ് തപ്പിയപ്പം പൈസ ഉണ്ടായിരുന്നു. പൈസ കൊടുത്ത് ഞാൻ മരുന്ന് വാങ്ങിച്ചു. ഇതാ വാസന്തിക്കുള്ള മരുന്ന്. ഇപ്പൊ 10 റുപ്പിയില്ല മരുന്നൊക്കെ വരണത്. ഒരു കാര്യം ചെയ്, അകത്ത് ഫില്ലർ ഇരിപ്പുണ്ട്, അതിൽ കുറച്ച് ഈ മരുന്ന് എടുത്തോണ്ട് വന്നാണി. ഓ പെട്ടെന്ന് എടുത്തോണ്ട് വരി. ഓ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഇത് കൊടുത്തിട്ട് എന്തൊരാവടാ. മോളെ വാസന്തി കടിപിടി കൂട്ടല്ലേ, മരുന്ന് കുടി. എന്താ കുടിക്കൂലെന്നാ, കുടിയിലെ അങ്ങോട്ട്. അയ്യോ ഫില്ലർ കൂടെ അകത്തേറിപ്പോയി. വാസന്തി അടുത്ത മുക്കലിൽ ഫില്ലർ പുറത്തുനിന്നാ കേട്ടാ. നല്ല അനുസരണ കുട്ടി. കൊടുത്ത ചക്രശ്വാസം വലിക്കുന്നുണ്ടാ കോഴി? അല്ല നല്ല ശ്വാസം വലിക്കുന്നുണ്ടാ കോഴി? ഓ ഇതെന്തൊരു മഴ ഇത്. കൊടുത്ത് മുഴുവനും കുടിച്ച്. അല്ലടി മോളു. വാസന്തി എവിടെ പോയി? വാസന്തിയെ കാണാനില്ല. കാണാനില്ലേ? പത്രത്തിൽ പരസ്യം കൊടുക്കട്ടാ ഞാൻ. എടി നീ ഇപ്പൊ അതിന് മരുന്ന് കൊടുത്തല്ലേ ഉള്ളൂ, പിന്നെ അതവിടെ പോവാൻ. അത് പിന്നെ ഞാൻ മരുന്ന് കൊടുത്തിട്ട് ഇങ്ങോട്ട് നോക്കിയപ്പോ മോളെ വാസന്തി കൊച്ചേട്ടൻ വന്നടി. കോഴി ചാടിപ്പോയല്ലേ? പോടാ. ഞാൻ കൊടുത്ത സാധനം കുടിച്ചിട്ട് അങ്ങനെ. എടി ജലജെ, മിക്കവാറും വാസന്തിക്ക് വയ്യാതിരിക്കല്ലായിരുന്ന, അത് മരിച്ച് ആവിയായി പോയി കാണും. അങ്ങനെയൊക്കെ ആവിയാവോ? പിന്നെ ആവിയാവും, മഴയും വെയിലൊക്കെ ഒത്ത് വരെയല്ലേ, അങ്ങനെ ആയിരിക്കും കാണാതായത്. നമ്മൾ അപ്പോഴേ അമ്മയുടെ അടുത്ത് പറഞ്ഞതാണ് അച്ഛാ ചുട്ടടിക്കാന്ന്. ഇപ്പൊ ചൂടാനും കിട്ടിയില്ല, വളർത്താനും കിട്ടിയില്ല. വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും ഒന്ന് കളഞ്ഞു പോയമ്മ. ഇതിവിടെ ഇരിക്കട്ടെ. ജലജ നീ ഇങ്ങനെ വിഷമിക്കാതാ. കോഴിയെ കൂടയ്ക്കാൻ നേരത്ത് തിരിച്ചങ്ങ് വരും. വന്നില്ലെങ്കിൽ അത് കൂട് കൊടുക്കെടുത്ത് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നങ്ങ് വിചാരിച്ചാൽ മതി, അത്രേ ഉള്ളൂ. നീ അതങ്ങ് കളഞ്ഞാണ്. ഞാനേ 4 കിലോ 100 രൂപയ്ക്ക് മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട്, അതെല്ലാം കൂടി ചെത്ത്. മാങ്ങ അല്ല തേങ്ങ ചിരണ്ടി തരാൻ ഞാൻ. അതിന്റെ കൂടെ ഇച്ചിരി ശർക്കരയും ഇച്ചിരി അവിലും കൂടെ ഞവടി തന്നാ മതി. എനിക്കിത് കോഴി കിട്ടാതെ നിനക്കൊന്നും ഒന്നും ഞാൻ വെച്ചരൂല. ചേടാ ഇത് വലിയ പൊല്ലാപ്പായല്ല. ഒരു കാര്യം ചെയ്, നീ മാങ്ങ ചെത്ത്, ഞങ്ങൾ പോയി കോഴി നോക്കിയിട്ട് വരാം. ബഹുവചനം വേണ്ടച്ച, ഏകവചനം മാത്രം മതി. അച്ഛ ഒറ്റയ്ക്ക് പോയി നോക്കിയാൽ മതി. ഒന്ന് വാടേ, ഞാനല്ലേ വിളിക്കണത്, ഒറ്റയ്ക്ക് നോക്കാൻ വയ്യ. പോവാടാ, നമ്മ കൂടെ പോയി നോക്കാം. കിട്ടണമെങ്കിലേ നമുക്ക് ആരും അറിയാതെ ചുട്ടടിക്കാം. പോയി നോക്കാം. വാ കോഴി കൊറേ നേരം കൊണ്ട് ഈ അലവലാതി കോഴിയെ നോക്കണം. ഈ കോഴിയെ കണ്ട എങ്ങനെ ഇരിക്കും വെച്ചാ? കോഴിയെ കണ്ടാലും ഇല്ലെങ്കിലും നമ്മളിതാ ഇങ്ങനെ ഇരിക്കണം. കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോണ. അപ്പോഴും കോഴിയെ തപ്പണില്ലേ? എന്തിന്? മാങ്ങ ചെത്താനേ ഞാൻ അവിടുത്തെ നമ്പർ ഇറക്കിയതല്ലേ മണ്ടി. ചിലപ്പോ നമുക്കിന്ന് മാങ്ങ മാത്രമായിരിക്കും ഭക്ഷണം. കോഴിയെ കിട്ടുമോ എന്തോ. എന്തായാലും മാങ്ങ ചെത്തി വെക്കാം. ഏതെങ്കിലും വീട്ടിലെ കോഴിയെ പിടിച്ചിട്ടേ നമുക്ക് കള്ളറടിച്ചു കൊടുത്താലേ അമ്മയ്ക്ക്. ഒരു രക്ഷയില്ല മക്കളെ. കള്ളറൊക്കെ അടിച്ചാലേ അവള് ദിവസം രാവിലെ കോഴിയെ കുളിപ്പിക്കുകയും പല്ലിയേപ്പിക്കുകയും അശയിൽ വരെ വിരിച്ചിടണം. അവള് പെട്ടെന്ന് തൂക്കും. അങ്ങനെയൊക്കെ ചെയ്യൂ. ഇനിയിപ്പോ എന്തിനേയും ഫുഡ് അടിക്കണ്ടേ? അതിനല്ലട ഈ അച്ഛൻ നിൽക്കണത്. ഒരു വഴിയുണ്ട്. ജലജേ ഓടി വാടി. കിട്ടിയെന്ന് തോന്നണം, വാസന്തി കിട്ടിയെന്ന് തോന്നണം. കിട്ടിയാ വാസന്തിയെ കിട്ടിയാ.
കോഴിയുടെ ബാക്കിൽ നിന്ന് ഓടിയേ കിതച്ച് കുറച്ച് വെള്ളം കുടിക്കണേ ഞാൻ. എന്തെല്ലാം ആക്ടിങ് കിട്ടോ. തളർന്നമ്മ. കോഴിയെ നമ്മൾ കണ്ട് അതിനെ പിടിക്കാൻ നമ്മൾ പിറകിൽ ചെന്നപ്പോഴേ അത് ഓടി കാട്ടിൽ കയറി കളഞ്ഞു. മേളിലെത്താ കാട്ടുകയറി പിടിച്ചാലാ? കാട്ടിക്കയറി പിടിക്കാൻ പറ്റൂല, അവിടെ പെരുമ്പാമ്പുള്ളതല്ലേ. കോഴി എപ്പോഴേ പെരുമ്പാമ്പ് കാണും. കൂടെ ചെന്നാൽ നമ്മളെ കൂടെ പിടിച്ച് വിഴുങ്ങും. ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ കോഴി അങ്ങ് മറക്കാം. എന്നിട്ട് വാസത്തിയ കോഴിയെ പോലെ ആ ചന്തയിൽ മറക്കമുള്ള കോഴി നമുക്ക് വേറെ ഒന്ന് വാങ്ങാം. അതായിരിക്കും നല്ലത് കേട്ടാ. എന്നാലും ഭയങ്കര കിതപ്പ്. ഞാൻ ചത്തി വെച്ച് മാങ്ങ പോയി കഴിക്കട്ടെ കേട്ടാ. പറഞ്ഞേടാ. ഈശ്വരാ, എനിക്ക് ഇനി ആര് മുട്ട തരും? പലചരക്ക് കടയിലെ സതീശൻ മാമൻ പൈസ കൊടുത്താൽ തരും. വാടാ. ഒരു പഞ്ഞ കോഴി നോക്കി സമയം വെറുതെ പോയി. ഹൈ, എന്റെ മാങ്ങ. ഒരെണ്ണ ചെത്തിയോളുക. എനിക്ക് ഒരെണ്ണം മതിയില്ല. അപ്പൊ നമ്മക്കാ? ഞാൻ കഴിക്കട്ടെ, പാണ്ടി ഉറിഞ്ചാൻ തരാം. പാണ്ടിയും കൂടെ എടുത്ത് വിഴുങ്ങോ എന്തോ. ഇത് എന്തിരിത്? വയറിനെന്തൊരു വിമിഷ്ടം. ലവന്മാരെ വായിന്ന് ഒലിച്ചിറങ്ങണ്. ലവന്മാര് കൊതിവിട്ടത് എന്റെ വയറ്. എന്തമ്മാ? പോയൊരു കോഴി വാങ്ങിച്ചോണ്ട് വന്നാണ്. കറിക്കാ പൊരിക്കാനാ? ഒന്നും വേണ്ട, മുഴുവനായിട്ട് വാങ്ങിക്കാം. നമുക്ക് മൂട്ടി കുത്തി കയറ്റിയേ കറക്ക് കോഴിയാക്കാം. എനിക്ക് വളർത്താൻ. പോയി വാങ്ങാൻ നമ്മളൊന്നുമില്ല. നിങ്ങളാണെങ്കിലേ അച്ഛനത് പറയും. അച്ചോടെ പോയി പറഞ്ഞപ്പോഴേക്കും മുങ്ങിയ. മുങ്ങയൊന്നും ഇല്ലടേ. ഞാൻ ഈ സോഫയിൽ ഇരിക്കണ നിനക്കൊന്നും കണ്ടുകൂടെ? ജലജെ, നീ പൈസ എടു, ഞാൻ പോയിട്ട് വരാം കോഴി വാങ്ങിക്കാൻ. തന്റെ മക്കളും കണപ്പ് തന്നെ. കേറ്റാൻ മാത്രം കൃത്യസമയത്ത് വന്നോളും. ജലജെ, ഞാൻ ഇവിടെ ഇരിക്കത്തന്നെ, നീ ചെറ്റ വർത്താനം പറയരുത്. എനിക്കറിയാറാ, നിങ്ങളും അങ്ങേരും കൂടെ എന്നെ മാങ്ങ ചിത്തിപ്പിക്കാൻ വേണ്ടിയാണ് കോഴിയെ നോക്കാൻ പോയെന്ന്. അതുകൊണ്ട് ഞാൻ അരിഞ്ഞു കൊടുത്ത മാങ്ങ എന്തിനെന്നറിയാമോ? പുഴുവരിച്ച മാങ്ങയായിരുന്നു. അങ്ങനെ അധിക സമയമൊന്നും ഒളിച്ചിരിക്കൂല. പിന്നെ ആരും പറയണ്ട കേട്ടാ, സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. ഞാൻ ഇരിക്കത്തന്നെ എന്നെ പറ്റി അവരാന്ന് പറഞ്ഞിട്ട് എന്നെ അറിയിക്കല്ലേ എന്നാ? ഞാൻ എന്തൊരു പൊട്ടനാ? ആ പൊട്ടൻ തന്നെ. ഇതെവിടെ നിന്ന് വന്ന്? അച്ഛവിടെ പോയിരുന്ന് ഉഗാണ്ടയില്. ഇത്ര പെട്ടെന്നാ? ചടാ മരമാക്രികളെ. ജലജെ, നീ എനിക്ക് പുഴുവരിച്ച മാങ്ങതപ്പോ നിനക്ക് തൃപ്തി ആയല്ല? അതങ്ങനെ നിങ്ങളെ കേട്ട് അത് പറഞ്ഞപ്പോ നിങ്ങളിവിടെ ഇല്ലായിരുന്നല്ലേ? ഇവിടെ ഇല്ലായിരുന്ന ഞാൻ എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത് കേട്ടത്? അതന്നെ ഞാൻ ചോദിച്ചാ. അത് എല്ലാം ഒളിച്ചിരുന്ന് കേട്ടിട്ട് എന്തൊരു ചെവി വെച്ചാ. അതിനെ ആരെ വിളിച്ചടേ? ഞാൻ അങ്ങനെ സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയല്ലായിരുന്നാ? സാറ്റ് കളി മതിയാക്കി നമ്മള് കണ്ടുപിടിച്ച്. പിന്നെ അല്ലാണ്ട് ഒളിച്ചു കളിക്കാൻ പറ്റിയ പ്രായം. എല്ലാത്തിനെ കെട്ടിയെടുത്തുകൊണ്ട് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പിൽ കൊണ്ടുവരണം. ഓരോരുത്തരും ഒരു കണ്ണും കൊണ്ടുകൂടെ വെറുതെ വന്നു. എന്തൊരു നേരത്തെ കഴിച്ച മാങ്ങയുടെ ചാറ്. അയ്യോ, പുഴുവരിച്ച മാങ്ങല്ലേ അവിടെ തന്നത്. ഓ, ജീവിതമേ ആട്ടാൻ പുഴു ആട്ടി, പിന്നെ അല്ലേ പുഴുവരിച്ച മാങ്ങ. കണ്ണാടിയിലൂടെ ഞാൻ അവിടെ പോയി പെട്ടെന്ന് പ്രതീക്ഷയായി. എന്തായാലും എന്റെ കണ്ണ് ഒടിച്ചു പോയാ കാണാൻ പറ്റും. ഞാൻ വന്നു. ഇതെങ്ങനെ? ഇതെന്തൊരു മറിമായം. അച്ഛവിടെ പോയിരുന്ന്. അതങ്ങനെ നിങ്ങളെ കേട്ട് അത് പറഞ്ഞപ്പോ നിങ്ങളിവിടെ ഇല്ലായിരുന്നല്ലേ? ഇതെന്തരി? നേരത്തെ കഴിച്ച മാങ്ങയുടെ ചാറ്. മാങ്ങ കഴിച്ചപ്പോ എന്നെ ആർക്കും കാണാൻ പറ്റിയില്ല. മാങ്ങയിലാണ് സൂപ്പർ പവർ. കൊള്ളാല ഐറ്റം. മസ്റ്റ് ട്രൈ വൺ. മാങ്ങ ഇത് വെച്ചൊരു പണിയുണ്ട്. പിച്ചാത്തി എവിടെ? അല്ലെങ്കിൽ പിച്ചാത്തി ഒന്നും വേണ്ട, തൊലിയോടെ കഴിക്കാം. പവർ കൂടുതൽ കിട്ടുമായിരിക്കും. ഞാൻ അദർശനായി. വെടിവേടാ, വെടിവേടാ. Enemies ahead, enemies ahead. Smoke it, smoke it. ഇട്ട്. ബോംബാണ് സ്മോക്കിന് പകരം. എന്തായാലും അമ്മമാര് കൊല്ലും. അതിനു മുമ്പ് ചത്ത നല്ലതായില്ലേ? സാമ്പിളൊന്ന് മരം ടെസ്റ്റ് ചെയ്ത് നോക്കാം. അഴിഞ്ഞാട്ടം അഴിഞ്ഞാട്ടം കൊലത്തൂക്കി. ഒരു 8x സ്കോപ്പ് കിട്ടും. കോപ്പ് വരാ നിനക്ക്. അഴിഞ്ഞാട്ടം എന്നെ ഉമ്മർക്ക് കാണാൻ പറ്റല്ല. ഞാൻ അദർശ്യനായി. എന്തോന്ന് വെച്ചാ നിങ്ങൾ കിടന്ന് കാണിക്കണ? പോയി നിക്കണെടുത്തടി. ഞാൻ അദർശ്യനായില്ലേടാ? മുണ്ടൂക്കി കാണിച്ചത് അദൃശ്യായാന്നാ? എല്ലാ ദൃശ്യ വിസ്മയവും വരുന്നു. ഓ
അവന്മാര് മുമ്പിൽ നാണം കെട്ട് അതെന്താ ഞാൻ അദൃശ്യനാവാത്ത? അതുകൊണ്ട് ഞാൻ അരിഞ്ഞുകൊടുത്ത മാങ്ങ എന്തിനെന്നറിയാമോ? പുഴുവരിച്ച മാങ്ങയായിരുന്നു. പുഴുവരിച്ച മാങ്ങ കഴിച്ചപ്പോഴാണ് അങ്ങനെ സംഭവിച്ച. ഇപ്പോഴാണ് ഞാൻ ശരിക്കും അദൃശ്യനായ. എടി വള്ളം വലിച്ച് ചെലച്ചേ. മാങ്ങ അണ്ടിയിലാണെന്ന് തോന്നുന്നു സൂപ്പർ പവർ ഇരിക്കണം. ഈ അടിയെ എന്നെ വള്ളം വലിച്ചെന്ന് വിളിച്ചാനല്ല, നിങ്ങൾ വാസന്തി കോഴി കാട്ടിക്കറി പോയെന്ന് കള്ളം പറഞ്ഞേന്. ആ വാസന്തി കോഴിയെ മുറ്റത്ത് വന്ന് നിൽക്കണം, പോയി നോക്കി. അത് വന്നാ സൂപ്പർ പവറിൽ ഒരു മണ്ണാങ്കട്ടേ ഇല്ല. എല്ലാം എന്റെ തോന്നലായിരിക്കും, അല്ലെങ്കിൽ അവറ്റയുടെ തോന്നലായിരിക്കും, അല്ലെങ്കിൽ നാട്ടുകാരെ തോന്നലായിരിക്കും. എന്നോടേ പാർക്കു രാവിലെ ആംബുലൻസിൽ കയറി പോയതാണല്ലേ, അതുവരെ കണ്ടില്ലല്ലേ? നമ്മള് പോലീസ് സ്റ്റേഷനില് എന്തിന്? ഇന്ത്യയിലെ തന്നെ നമ്പർ 1 സയന്റിസ്റ്റിനെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കിയതിന്. ഇതൊക്കെ അപ്പോഴേ എടാ, രാവിലെ നമ്മൾ ഒരുത്തനെ രക്ഷിച്ചില്ലേ, അവനാണ് സയന്റിസ്റ്റ്. അവന്റെ കയ്യിൽ ഒരു കുപ്പി ഉണ്ടായിരുന്നു. ആ കുപ്പി തട്ടിയെടുക്കാൻ വേണ്ടി അവനെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കി എന്നാണ് അവൻ പറഞ്ഞ. ഇപ്പോഴാണെങ്കിൽ ആ കുപ്പിയും കാണാനില്ല. ഈ കുപ്പി എന്നൊക്കെ പറയുമ്പം ആ കുപ്പിക്കകത്ത് അവൻ കണ്ടുപിടിച്ച എന്തോ വലിയ മരുന്നുണ്ട്. അത് ആർക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടി അത്ര കുപ്പിക്കകത്താക്കി വെച്ചേക്കണം എന്നാണ് അവൻ പറഞ്ഞ. ഇതാ വാസന്തിക്കുള്ള മരുന്ന്. വാസന്തിയെ കാണാനില്ല. നേരത്തെ കഴിച്ച മാങ്ങയുടെ ചാറ്. നമ്മള് കുപ്പിയൊന്നും എടുത്തിട്ടില്ലല്ലടാ, അതുകൊണ്ട് നമുക്ക് പേടിക്കാവൊന്നുമില്ല. പിന്നെ നീക ജയിലിലേക്ക് ഒന്ന് ചുറ്റി കറങ്ങി കണ്ടിട്ട് വാ കേട്ടാ. രഘുവേ ചെലേ ഇവിടെ ഇരുന്നേ ഒരു 10 കുപ്പി ഉണ്ടായിരുന്നു, അതവിടെ പോയി. കോഴിക്ക് മരുന്ന് കൊണ്ടുവന്നതേ ഞാൻ. അതിന് ഞാൻ വീണ്ടും 2 തുള്ളി വാസന്തി കോഴി കൊടുത്തിട്ട് ഫ്രിഡ്ജിന് മുകളിൽ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിന്റെ മടയിലൊന്നുമില്ലല്ല, പിന്നെ അവിടെ കൊണ്ടുവച്ചു നീ. ഫ്രിഡ്ജിന്റെ മുകളിൽ ഇല്ലെങ്കിൽ പിന്നെ അവിടെ ഇവിടെ അച്ഛാ അത്തർ വാങ്ങിച്ചതാ, വാങ്ങിച്ച് നല്ല മണമുള്ളത് വാങ്ങിച്ചൂടെ? നാറ്റം മാറാൻ വേണ്ടിയാണ് ഈ കുന്തറ എടുത്ത് തേച്ചത്. ഇപ്പൊ നാറ്റത്തോട് നാറ്റം. എടാ മണ്ടന്മാരെ, അത് കോഴി കൊടുക്കാനുള്ള മരുന്നാണ്. അത്ര നമ്മൾ പൂശിയേക്കണം. ഇതാ എടി പിന്നെ ജലജെ, നിന്റെ വാസന്തി കോഴി പിന്നെയും കാണാതാവും കേട്ടാ, കുറച്ച് നേരത്തേക്ക്. ഓക്കെ വാ, എന്റെ വാസന്തി കോഴി. കിടച്ചാച്ച്, സൂപ്പർ പവർ കിടച്ചാച്ച്. ഇനിമേതാ രഘുവിന്റെ അഴിഞ്ഞാട്ടം പാക്ക പോകറേ. Cause they know I got the sauce. Got the presence on me, I can't ever take it off. That's why I came country boy stepping. Yeah, I'm country boy stepping. Country boy stepping. Yeah, I'm country boy stepping. Yeah, they can't get like me. Rockin' boots and white tee. Designer on my cuff, ain't something like a movie.